ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലീസ്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എൻ്റെ പുറയിലുള്ള ഈ വഴി നിങ്ങൾക്കറിയാമോ? പണ്ട് രാജമുടി 16-ാം കണ്ട രാജമുടി കൂടി തോപ്രാംകുടിക്കൊരു യാത്രയൊക്കെ നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ആ വഴി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അന്ന് വിട്ടുപോയതല്ല, ശരിക്കും അന്ന് അങ്ങോട്ട് പോകാനുള്ള റോഡൊക്കെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടൊരു നിങ്ങളെ കാണിക്കാതിരുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട് കേട്ടോ, മന്നാത്തറ, അതുപോലെ കിളിയാർകണ്ടം. അപ്പോൾ ഈ രണ്ട് ചെറിയ ഗ്രാമങ്ങൾ പരിചയപ്പെടാനാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ജില്ല. ശരിന്നാ, നമ്മൾ ഈ യാത്ര എങ്ങനെ ആ റൂട്ടിൽ നിന്ന് തുടങ്ങിയിട്ടോ. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ധാരാളം വീടുകളൊക്കെ കാണാൻ പറ്റും. ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇതിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ റോഡൊന്നും പണിതിട്ടില്ലായിരുന്നു. പക്ഷേ ഈ റോഡ് പണിയിൽ ഒരുപാട് അപാകതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ എന്നെ ചൂണ്ടിക്കാണിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ മന്നാത്തറ എന്ന് പറയുന്ന ഗ്രാമത്തിലൂടെയുള്ള നമ്മുടെ മഹത്തരമായ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ പെരുന്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ചെന്ന് കയറുന്നത് കേട്ടോ, പെരുന്തൊട്ടി. അപ്പോൾ നമ്മൾ പെരുന്തൊട്ടി പോകുന്നില്ല, പെരുന്തൊട്ടി മറ്റൊരു ദിവസം നമുക്ക് വേറൊരു എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ഈ മന്നാത്തറ ഗ്രാമവും കണ്ട് തൊട്ടടുത്തുള്ള കിളിയാർകണ്ടവും കണ്ടിട്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ തോപ്രാംകുടിയുടെ ഒരു പ്രാന്തപ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പോകുന്ന ഈ വഴിയുടെ ഓപ്പോസിറ്റ് മലയിലാണ് ശരിക്കും തോപ്രാംകുടി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ധാരാളം വീടുകളൊക്കെ ഉണ്ട്. ഈ വഴി കൂടെ തിരിഞ്ഞു പോയാൽ നമുക്ക് തോപ്രാംകുടിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. പള്ളിയിലേക്ക് കയറി പോകുന്ന വഴി ഇതാണ് കേട്ടോ. ഈ പള്ളിയുടെ സൈഡൊക്കെ ഫുള്ള് തേയിലക്കാടാണ്. അടിപൊളിയായിട്ട് അങ്ങനെ പണിത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഈ സൈഡൊക്കെ നമുക്ക് ധാരാളം വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ കടയുണ്ട് കേട്ടോ, അതാണ് ഈ ഗ്രാമത്തിലുള്ളൂ. വൈകുന്നേര സമയമായാൽ ഈ കടയുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണാം. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്. ഇവിടെ ആയിരിക്കും ഇലക്ഷൻ നടക്കണല്ലേ ചേട്ടാ? അതായിരിക്കും ഇത്ര ബാനറൊക്കെ കൂടുതൽ കയറണേ. ഇവിടെ സ്കൂളുണ്ടോ? ഓക്കെ. എല്ലാവരും ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണോ? അതെ. എൻ്റെ പേരാ ചേട്ടാ? ഷൈനു. എൻ്റെ പേര് ജോസ്. ചേട്ടൻ്റെ പേരോ? ഷാജി. ചേട്ടാ എങ്ങനെയുണ്ടാവും, കച്ചവടമൊക്കെ ഉണ്ടോ? എന്താ പേരൊക്കെ? സാജു അല്ലേ? മണിമലയിൽ. എന്നിട്ട് ഇലക്ഷൻ ചൂടൊക്കെ ആയോ? ചൂടൊന്നുമില്ല, സാധാ നടന്നു. ശരി. അപ്പോൾ ഈ പള്ളിയും ഈ സ്കൂള് ഹൈസ്കൂളാണോ അതോ യു പി മാത്രം അല്ലേ? 567. ചേട്ടാ പേരൊക്കെ ഒന്ന് പറഞ്ഞോ. എൻ്റെ പേര് ഷാജി, വീട്ടുപേര് മുണ്ടിയാങ്കൽ. നമ്മൾ ഈ തോപ്രാംകുടിക്ക് അടുത്തുള്ള മന്നാത്രയല്ല താമസിക്കുന്നത്. അതെ. ഈ മന്നാത്തറ എന്ന് പേര് വരാൻ കാരണം ഇവിടെ? മന്നാത്ര എന്ന് പേര് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ആദ്യ കാലങ്ങളിൽ ഇവിടെ മന്നാൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു കുടിയേറ്റ മേഖലയായിരുന്നു ഇവിടെ. അതിൽ നിന്ന് ഉള്ള ആൾക്കാർ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ് ആ ഒരു പേര് വരാനുള്ള ഒരു കാരണം. പിന്നെ ഈ വാത്തിക്കുടി പഞ്ചായത്തിൽ നിന്ന് വരാനുള്ളത് എൻ്റെ കാരണവും തോപ്രാംകുടി എന്ന് പറയാനുള്ള കാരണവും, എന്ന് പറയുന്നത് ഈ വാത്തിയുടെ ആങ്ങളയായിരുന്നു. അതുകൊണ്ടാണ് തോപ്രാൻ എന്നുള്ള പേര് വന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും തോപ്രാംകുടി എന്നുള്ളൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ പേര്. അല്ല, ഗ്രാമപഞ്ചായത്തിൻ്റെ പേരല്ല, ഗ്രാമപഞ്ചായത്ത് പേര് വാത്തിക്കുടി തന്നെയാണ്. വാത്തിക്കുടി പെങ്ങളാണ്. അതിൻ്റെ ഒരു സഹോദരിയായിരുന്നു കാമാക്ഷി. അതുകൊണ്ടാണ് ആ പഞ്ചായത്തിൽ കാമാക്ഷി എന്നും പേര് വരാൻ കാരണം. അതാണ് ശരിക്കും ഒരു ചരിത്രം അതാണ്. ഇവിടെ ഈ മന്നാത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം നിലവിൽ എന്തൊക്കെയുണ്ട്? പള്ളിയോ സ്കൂളോ? ഈ മന്നാത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയുണ്ട്, സ്കൂളും ഉണ്ട്. പക്ഷെ അതിൻ്റെ പേര്, പള്ളിയുടെ പേരും സ്കൂളിൻ്റെ പേരും കിളിയാർകണ്ടം എന്നാണ്. പള്ളിയുടെ പേരും സ്കൂളിൻ്റെ പേരും കിളിയാർകണ്ടം എന്നാണ്. പക്ഷേ ഇവിടെ ഒരു വാർഡിൻ്റെ എന്ന് വെച്ചാൽ ഇവിടെ ബൂത്ത് നടക്കുന്നതിൻ്റെ എല്ലാം പേര്, അല്ലെങ്കിൽ ഈ വാർഡിൻ്റെ പേരും മന്നാത്തറ. ശരിക്കും ഈ പള്ളി എത്ര വർഷം പഴക്കമുള്ള പള്ളിയായിരിക്കും? ഇത് ഒരു 1963 തൊട്ട് ഒരു 70 കാലഘട്ടങ്ങളിൽ വരെ
ഇവിടെ ഒരു കുർബാന, ആഴ്ചയിൽ ഒരു കുർബാന ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ സ്ഥിരം കുർബാനയും പള്ളി ഉണ്ടായത്. അന്ന് ഒരു ഓല മേഞ്ഞ ഒരു വീടേ ഉള്ളൂ. ഇത് നമ്മുടെ വില്ലിപ്പം പറഞ്ഞു കേട്ടേക്കുന്ന കഥയാണ്, എനിക്കറിയത്തില്ല, അന്ന് നമ്മൾ ജനിച്ചിട്ടില്ല. ഈ ചർച്ചിന്റെ കീഴിലായിരുന്നു രാജമുടി, തോപ്രാങ്കുടി, ഇപ്പം വന്നേക്കുന്ന കനകക്കുന്ന്, വാത്തിക്കുടി, ഇതെല്ലാം ഈ ചർച്ചിന്റെ കീഴിലായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു ചർച്ചാണ്. ഇതാണ് ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായത്. ഉപ്പുതോട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചർച്ച് ഇത് തന്നെയാണ്. ഹോളി ഫാമിലി ചർച്ച് കിളിയാറകണ്ടം എന്ന് പറയുന്ന മനോഹരമായ ഒരു പള്ളിയുടെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. നോക്കിയേ, ഇവിടെ അടിപൊളിയല്ലേ. അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ സ്കൂൾ കേട്ടോ. അടിപൊളിയല്ലേ. അതിന് തൊട്ട നടുക്കൊരു സ്റ്റേജും. ശരിക്കും നല്ല കാറ്റുണ്ട് കേട്ടോ. ജനുവരി കാറ്റ് അങ്ങോട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബറൊക്കെ ആയില്ലേ, അപ്പോൾ ജനുവരി കാറ്റ് ശരിക്കും അങ്ങോട്ട് ആരംഭിച്ചിട്ടുണ്ട്. UP സ്കൂളാണ്. കുറച്ച് പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ നടക്കുന്ന മനോഹരമായ ഒരു കാഴ്ച ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഇത് ഒരു വെറൈറ്റി കാഴ്ചയാണ്. കാരണം ഇതുപോലുള്ള ഗ്രാമത്തിൻ്റെ ഇത്ര മനോഹരമായ ആംബിയൻസിൽ ഇത്ര മനോഹരമായൊരു സ്കൂള്, അതിൻ്റെ നേരെ ഫ്രണ്ടിൽ മനോഹരമായ ഒരു പള്ളി. അപ്പം ഈ പള്ളിയുടെ ഈ ഒരു സൈഡ് കണ്ടോ, ഫുള്ള് നക്ഷത്രങ്ങളും അതുപോലെ LED ബൾബുകളൊക്കെ ഇവിടെ തെളിച്ചിട്ടൊക്കെയാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. അപ്പം ഈ പള്ളിയുടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് മുഴുവൻ തേയിലക്കാടാണ്. അത് പിള്ളേരൊക്കെ അവിടെ മുറ്റത്ത് നിന്ന് നമ്മളെ ഹായ് തന്നിട്ടേ, ടാറ്റ തന്നെ ഉണ്ടേ. ഓക്കെ, ബൈ ബൈ. യാത്ര നമ്മൾ തുടരുകയാണ് കേട്ടോ. ഈ വഴി പെരുന്തൊട്ടിക്കാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററാണ് പെരുന്തൊട്ടിക്കുള്ളത്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും പെരുന്തൊട്ടി ഒന്നും പോകുന്നില്ല, കാരണം പെരുന്തൊട്ടി നമുക്ക് വേറൊരു സ്ഥലങ്ങളൊക്കെ കയറി പോകാനുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ പെരുന്തൊട്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇങ്ങനെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ കിളിയാറകണ്ടം ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ഇടുക്കിയിലെ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെറിയ ജംഗ്ഷൻ കണ്ടോ, ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വലത്തേക്ക് തിരിഞ്ഞു പോകണം. യെസ്, കിളിയാറകണ്ടം. നേരെ പോയാൽ പെരുന്തോട്ടി, ഇങ്ങോട്ട് കിളിയാറകണ്ടം. അങ്ങനെ നമ്മൾ കിളിയാറകണ്ടത്തിന് തൊട്ട് മുമ്പ് വേറൊരു ചെറിയ കവലയുണ്ട് കേട്ടോ. അപ്പോൾ ആ കവലയിലേക്കാണ് ഇപ്പോൾ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കി, ഈ രണ്ട് സൈഡ് ധാരാളം വീടുകൾ, ഫുള്ള് ജാതി കൃഷിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജമുടിയിലേക്ക് പോകാൻ പറ്റും. ഇതൊക്കെ തെളിഞ്ഞ് നല്ല കിട്ടലിനായിട്ട് കിടക്കുകയാണ്. ഇലക്ഷൻ ആയതുകൊണ്ട് നല്ല കൊടികളും വർണ്ണങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വാരി വിതറിയിട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു കടയുണ്ട്. അപ്പോൾ ഈ കാണുന്ന വഴിക്കടെ നമ്മൾ തിരിഞ്ഞ് താഴേക്ക് പോയാലാണ് കിളിയാറകണ്ടം ഗ്രാമത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ വരെ യാത്ര തുടരാം. കിളിയാറകണ്ടത്തിലേക്ക് ഏതാണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഓട്ടോറിക്ഷകൾ അതുപോലെ കടകളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് വണ്ടി നിർത്താവേ. ഇതാണ് കിളിയാറകണ്ടം ഗ്രാമത്തിൻ്റെ കാഴ്ച കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഒരു ചെറിയ ഓടിട്ട ബിൽഡിങ്, അതിനോട് ചേർന്ന് തന്നെ ഒരു കുരിശുപള്ളി, പിന്നെ ഒരു ഞാവലിൻ്റെ മരം, അതിനോട് ചേർന്ന് കുറച്ച് കടകൾ. നമ്മൾ മന്നാത്തറയിൽ നിന്ന് കയറി വന്ന വഴിയാണ്. ഈ മേഖലയിലേക്ക് പോകുന്ന വഴിയാണ് ശരിക്കും നമ്മുടെ ഉപ്പുതോടിന് ഏതാണ്ട് 5 കിലോമീറ്റർ അടുത്തൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ആ കാണാനാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കേട്ടോ, കിളിയാറകണ്ടം ക്ഷേത്രം. അങ്ങോട്ട് പോകണം. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഗവൺമെൻറ് LP സ്കൂളുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ചെറിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ചേട്ടാ, എങ്ങനെ വണ്ടി ഓടിക്കണോ? എന്താ പേരെന്താ? ജോണി. ഓട്ടോ ഉണ്ടോ? അതിനോട് ചേർന്നത് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ബേക്കറി, കോഫി ഹൗസൊക്കെ ഉണ്ട്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു കുരിശുപള്ളി ഉണ്ട് കേട്ടോ. ഇലക്ഷൻ വൈബായതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ വന്നാൽ ആളുകളെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഇഷ്ടംപോലെ ഫോട്ടോകളിൽ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ കിളിയാറകണ്ടത്തുള്ള അമ്പലം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കിളിയാറകണ്ടം. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഗവൺമെൻറ് LP സ്കൂളും ഉണ്ട് കേട്ടോ. നേരെ പോകുന്ന വഴി ഉപ്പുതോടിനാണ്. നമ്മൾ ഒരിക്കൽ കൂടി ഉപ്പുതോട് വഴി ഇതിലൂടെ യാത്ര ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്നാണെങ്കിലും ആ വഴി നമ്മൾ പോകുന്നില്ല. നമ്മൾ ആ ടെമ്പിളിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ പോകണം. ഈ വഴി ടെമ്പിളിലേക്ക് മാത്രമല്ല കേട്ടോ, ഇതിലൂടെ പോയി കഴിഞ്ഞാൽ കുറേ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയ സ്ഥലത്തേക്ക് കൂടിയാണ് ഈ വഴി പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്നാൽ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ സ്കൂളും ഉള്ളത്. ഇതാണ് ഈ ഗ്രാമത്തിലെ ഗവൺമെൻറ് LP സ്കൂൾ കേട്ടോ. വാത്തിക്കുടി പഞ്ചായത്തിൻ്റെയാണ്. അപ്പോൾ മനോഹരമായിരിക്കുന്ന ഒരു സ്കൂൾ. നമ്മൾ കണ്ട ടെമ്പിളിനോട് ചേർന്ന് തന്നെയാണ് ഈ സ്കൂൾ ഇരിക്കുന്നത്.
അപ്പോൾ കൂട്ടുകാരെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി കാഴ്ച. ചെറിയ കാഴ്ചകളായിരുന്നു, ചെറിയ ഗ്രാമങ്ങളായിരുന്നു, പക്ഷേ അതൊക്കെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചകളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.